ഇത് ആള് വീടിന് പുറത്തുണ്ടെന്ന് അറിയിക്കാനുള്ള സിഗ്നൽ ആണല്ലേ? ചെല്ല് ചെല്ല്, ആളിപ്പോ അവിടെ മോളെയും കാത്തു നിൽക്കുന്നുണ്ടാവും. രാത്രിയിൽ എന്താ രുദ്രാക്ഷമായിട്ട് വന്നെന്നോ? രാത്രിയിലും പകലും എല്ലാം ഇതിപ്പോ കൂടെ കൊണ്ട് നടക്കില്ല എന്റെ ജോലി. ഇവിടെ ഞാൻ എങ്ങനെയാ സമയം തള്ളി നീക്കുന്നതെന്ന് തനിക്കറിയൂ? ഓരോ ദിവസം കഴിയുന്തോറും ഇതിലുള്ള രുദ്രാക്ഷം ഇതിലേക്ക് മാറ്റിവെക്കും. ഇപ്പോ എന്റെ വ്രതം തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് തനിക്കറിയോ? എന്നാ പറ, എത്ര ദിവസമായി? ആഹാ, മാനേജർ മാഡം പറഞ്ഞത് ശരിയാ. നീണ്ട 14 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി എത്ര ദിവസം കൂടെ കഴിയണം? ഓരോ രുദ്രാക്ഷവും കുറഞ്ഞു കുറഞ്ഞു വരുമ്പോ മനസ്സിന് എന്തൊരു ആശ്വാസമാണെന്ന് അറിയുമോ? എനിക്കറിയാം താനും എന്നെ പോലെ ഓരോ ദിവസവും എത്ര ബുദ്ധിമുട്ടിയാ തള്ളി നീക്കുന്നതെന്ന്. എത്രയും പെട്ടെന്ന് ഈ വ്രതം തീർക്കണമെന്ന് താനും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ആ വെറുതെ കള്ളം പറയണ്ട. എനിക്ക് ഊഹിക്കാം തന്റെ മനസ്സ്. അവളോട് സ്നേഹം നടിച്ച് ചങ്ങാത്തം കൂടണം. എങ്കിലേ അവളെ ബലിപീഠത്തിൽ എളുപ്പം എത്തിക്കാൻ സാധിക്കൂ. വല്യമ്മാവൻ വിചാരിക്കുന്ന പുള്ളിയൊന്നും അല്ല കേട്ടോ. ആള് സീരിയസ് ആണെങ്കിലും ഉള്ളിൽ ഭയങ്കര റൊമാൻസാ. അങ്ങനെ തോന്നാൻ എന്താ കാരണം എന്ന് വെച്ചാ, ഞാൻ കുഞ്ഞുനാളില് വല്യമ്മാവന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന കാര്യം ഇന്ന് ഞാൻ വല്യമ്മാവനോട് പറഞ്ഞിരുന്നു. അപ്പോ ആള് പറഞ്ഞതെന്താണെന്ന് അറിയോ തനിക്ക്? ഇപ്പോ നീ ദേവുട്ടിയുടെ ഭർത്താവല്ലേ, എന്റെ മടിയിൽ തലവെച്ച് കിടക്കാതെ പോയി അവളുടെ മടിയിൽ തലവെച്ച് കിടക്ക. സത്യത്തില് വല്യമ്മാവൻ അങ്ങനെ പറയുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. രണ്ടുപേരും കൂടി എന്താ ഒരു സ്വകാര്യം പറച്ചില്? അതെ, ശ്രീകല പറയുന്നത് പോലെ തമ്മിൽ കാണുന്നത് കൊണ്ടും പരസ്പരം മിണ്ടുന്നത് കൊണ്ടും സ്നേഹം പങ്കുവയ്ക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളെപ്പോഴും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് ജീവിക്കണം. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ കുട്ടികളെ. ഇവൾ നല്ല കുട്ടിയാ, മിടുക്കിയാ. ഇങ്ങനെ ഒരു പെണ്ണിനെ തന്നെ ഭാര്യയായി കിട്ടിയ നീ ഭാഗ്യവാനാണ് മോനെ. എന്നാ പിന്നെ നിങ്ങളുടെ സംസാരം നടക്കട്ടെ. ഈ സ്വർഗത്തിൽ ഞാനൊരു കട്ടുറുമ്പാവുന്നില്ല.
സന്ധ്യാസമയത്ത് ശൃംഗരിക്കാൻ നിൽക്കാതെ നിനക്ക് നാമം ജപിച്ചൂടെ? വ്രതകാലം തീരുന്നിടം വരെയെങ്കിലും ദൈവ വിചാരത്തോടെ നടന്നൂടെ നിനക്ക്? അമ്മ എന്താന്നിട്ട് ഈ പറയുന്നു? ദേവൂട്ടി നാമം ചൊല്ലി തീർത്തതിന് ശേഷമാ എന്റെ അടുത്തേക്ക് വന്നത്. ചുമ്മാ കാര്യം അറിയാതെ അമ്മയ്ക്ക് എപ്പോഴും ഇവളെ വഴക്ക് പറയണമെന്നേ ഉള്ളൂ.